നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുവത്തൂര് ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരാൾക്ക് ഷോക്കേറ്റു. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. തകർന്ന ദേശീയപാത നന്നാക്കാൻ നടപടി വേണമെന്ന് BMS മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് മേഖലാ സമ്മേളനത്തിന് സമാപനം. സംസ്ഥാനത്തെ ഗ്രന്ഥശാലകളെ ശക്തിപ്പെടുത്താൻ പുതിയ പദ്ധതി നടപ്പിലാക്കും. ജില്ലാ ലൈബ്രറി കൌൺസിൽ യോഗം കാഞ്ഞങ്ങാട് നടന്നു. 5 അംഗ കുടുംബത്തിന്റെ തിരോധാനം. അന്വേഷണം വഴിത്തിരിവിലേക്ക്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ. ഓണസദ്യയ്ക്ക് ജൈവ പച്ചക്കറി കൃഷിക്കായി മടിക്കൈ ഒരുങ്ങുന്നു. കാർഷിക യന്ത്രങ്ങളും തൊഴിലാളികളും തയ്യാർ. പെരിയയിൽ കാർഷിക സേവന കേന്ദ്രം തുടങ്ങി. വാർത്തകൾ വിശദമായി. ചെറുവത്തൂർ മയ്യച്ചയിൽ വാഹനാപകടം. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരാൾ ഷോക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. മയ്യിച്ച പൂഴിക്കടവിലെ രജീഷിനാണ് പൊള്ളലേറ്റത്. ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിന്റെ ശബ്ദം കേട്ട് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന രജീഷ് ഓടിയെത്തുകയായിരുന്നു. കാറിനുള്ളിലുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ തട്ടുകയും ഷോക്കേൽക്കുകയുമായിരുന്നു. പൊള്ളലേറ്റ യുവാവിനെ ആദ്യം ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് സാരമുള്ളതായതിനാൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പയ്യന്നൂരിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശികൾ നിസാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് കാൽനടയാത്രക്കാരിക്ക് കാറിടിച്ച് പരിക്കേറ്റിരുന്നു. തുടർച്ചയായി അപകടങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിലും അത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച മയ്യിച്ചയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. ഇത് നടക്കുന്നതിന് തൊട്ടുമുമ്പാണ് വീണ്ടും അപകടമുണ്ടായത്. തകർന്നു കിടക്കുന്ന ദേശീയപാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് BMS മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ BMS ഹോസ്ദുർഗ് മേഖലാ സമ്മേളനത്തിന് സമാപനം. ജില്ലയിൽ തകർന്നു കിടക്കുന്ന ദേശീയപാത നന്നാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ BMS ഹോസ്ദുർഗ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം BMS ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് തന്നെ മാതൃകയായിക്കൊണ്ട്, ലോകത്തെ തൊഴിലാളി രംഗത്ത് തന്നെ മാതൃകയായിക്കൊണ്ട് ശക്തമായിട്ടുള്ള തൊഴിലാളി സംഘടന എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഭാരതത്തിലെ തൊഴിലാളി മേഖലയിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തൊഴിലാളി മേഖലയായിട്ടുള്ള ILO മേഖലകളിലടക്കം ഇന്ന് ഭാരതത്തിലെ തൊഴിലാളികളുടെ ശബ്ദമായി തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി ബാധിക്കുന്ന സംഘടന എന്ന രീതിയിൽ ഭാരതീയ മസ്ദൂർ സംഘം മാറിക്കഴിഞ്ഞിരിക്കുന്നു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ കളോത്ത്, ഗോപി കല്യാണം, സത്യൻ, ദാമോദരൻ എണ്ണപ്പാറ, ഭരതൻ എന്നിവർ സംസാരിച്ചു. BMS ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു. SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അർജുൻ മൂലക്കണ്ടം, രാകേഷ് കുമാർ എടമുണ്ട, വർഷ അരയി, സനില അരയി എന്നിവരെ അനുമോദിച്ചു. ലഹരി വിരുദ്ധ ദിനാചരണം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികളും നടന്നു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടന്നു. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. മദ്യവിപത്തിനെതിരെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമെന്ന തീരുമാനവുമായാണ് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തത്.
ഹോസ്റ്റർ SI ബിജുലാൽ ക്ലാസ് എടുത്തു. ഏതായാലും ഒട്ടനവധി തവണ എനിക്ക് തോന്നുന്നു പലതവണ നമ്മൾ പല രീതിയിൽ നിങ്ങളെ ശാസിച്ചിട്ടും പല കുട്ടികളും കേട്ടില്ല. ലാസ്റ്റിൽ പോലീസിന്റെ നിർബന്ധപരമായിട്ട് കൂടുതൽ, അതായത് സസ്പെൻഷൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കൽ ചടങ്ങൊക്കെ നടക്കുന്നെങ്കിലും വളരെ ശക്തമായിട്ട് ഞാൻ പ്രിൻസിപ്പാളിനോട് മറ്റും പറഞ്ഞു, ഈ സസ്പെൻഷൻ ഒരു പേരിന് വേണ്ടിയോ അല്ലെങ്കിൽ പുറത്താക്കൽ ഒരു പേരിന് വേണ്ടി മാത്രം ഇക്ബാൽ സ്കൂൾ നടത്തിയാൽ ഒരിക്കലും ഇവിടുത്തെ ഇഷ്യൂസ് അവസാനിക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് അതിന് ഒരു പരിധി വെക്കാതെ ദീർഘമായ ഒരു സസ്പെൻഷനിലേക്ക് പോകണം. എന്നെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് നിങ്ങളെ രക്ഷകർത്താക്കളും മറ്റുള്ളവർ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു നടപടിക്ക് പോലീസ് കൂടി മുൻകൈ എടുക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഈ കുഴപ്പമുണ്ടാകും. സ്കൂൾ പ്രിൻസിപ്പൽ ഉഷാകുമാരി അധ്യക്ഷയായി. PTA പ്രസിഡന്റ് ഖാലിദ് പാലക്കി, അഡീഷണൽ SI KR സതീഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ഗ്രന്ഥശാലകളെ ശക്തിപ്പെടുത്താൻ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഗ്രന്ഥശാല സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തോട് സർക്കാർ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കില്ലെന്ന പ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളതെന്ന് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. സർക്കാരിന് മുന്നിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചില വഴികാട്ടികളായി പ്രവർത്തിക്കാനുമാണ് അതിന്റെ മേലെയുള്ള നേതൃത്വ സംവിധാനങ്ങൾ, താലൂക്ക് കൗൺസിലുകളായാലും ജില്ലാ കൗൺസിലായാലും സംസ്ഥാന കൗൺസിലും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഗ്രന്ഥശാലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നടക്കുന്ന ഗ്രന്ഥശാല തലത്തിലാണ്. അപ്പോൾ ഗ്രന്ഥശാല തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതായിരിക്കും ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി, ഏറ്റവും പ്രധാനപ്പെട്ട മുന്നുപാധി എന്ന തിരിച്ചറിവാണ് ഈ വ്യത്യാസങ്ങൾ ബഡ്ജറ്റ് അലൊക്കേഷനിൽ വരുത്താൻ പ്രേരിപ്പിച്ച തിരിച്ചറിവ്. കാഞ്ഞങ്ങാട് നടന്ന ജില്ലാ കൌൺസിൽ യോഗത്തിൽ ഡോക്ടർ P പ്രഭാകരൻ അധ്യക്ഷനായി. ഗ്രന്ഥശാല സംഘം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ബഡ്ജറ്റ് വിശദീകരണം നടത്തി. ജോർജു T ജോൺ, വാസു ചോറോട്, PVK പനയാൽ, T രാജൻ എന്നിവർ സംസാരിച്ചു. ഓണസദ്യയ്ക്ക് ജൈവ പച്ചക്കറി ഒരുക്കാൻ മടിക്കൈ പഞ്ചായത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ഓണത്തിന് ഒരു മുറം ജൈവ പച്ചക്കറി പദ്ധതിയിലൂടെയാണ് പ്രവർത്തനത്തിന് തുടക്കമായത്. മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക്, ഫാർമേഴ്സ് ക്ലബ്, മടിക്കൈ ആത്മ, ഹാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി തുടങ്ങിയത്. തിരഞ്ഞെടുക്കപ്പെട്ട 20 സ്വയം സഹായ സംഘങ്ങളാണ് മടിക്കൈയിൽ പച്ചക്കറി ഒരുക്കാൻ നേതൃത്വമേകുന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ ക്ഷേമം ലക്ഷ്യമാക്കി ആരംഭിച്ച മടിക്കൈ ആത്മ, ഹാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷന്റെ സേവനവും പച്ചക്കറി കൃഷി ഒരുക്കുന്നതിനുണ്ടാവും. പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പച്ചേരിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി നിർവഹിച്ചു. മഴ ഒലിച്ചൊരുന്ന മഴയാണ്. ഇന്ന് മാത്രമാണ് നമുക്ക് ഒരുപക്ഷെ ഈ മൺസൂൺ കാലത്ത് ഇത്രയും നല്ലൊരു മഴ ലഭിച്ചിട്ടുണ്ടാവുള്ളൂ. കർഷക പ്രത്യേകിച്ച് കൃഷിയുടെ ഭാഗമായി നടത്തുന്ന ഇങ്ങനൊരു പരിപാടി നടത്താനുള്ള നല്ല ഒരു കാലാവസ്ഥ കൂടിയാണ്. കാലത്ത് സ്കൂളിലെ പരിപാടി ആയതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തിരക്കിട്ട് സ്വാഗത പ്രസംഗത്തിൽ അധ്യക്ഷനെ സംസാരിക്കാൻ ഒരുപാടുണ്ട്. ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് K രാജൻ അധ്യക്ഷനായി. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത, ആത്മ പ്രൊജക്ട് ഡയറക്ടർ ശിവരാമകൃഷ്ണൻ, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ K സഞ്ജീവ് കർത്ത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തനാട്ട് രാജൻ, ബേബി ബാലകൃഷ്ണൻ, ജോൺ അലക്സ്, സജിനി മോൾ, S രമേഷ് കുമാർ, KV കുമാരൻ, M രാജൻ, ശശീന്ദ്രൻ മടിക്കൈ, C പ്രഭാകരൻ, കരുവാക്കോൽ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ഫാർമേഴ്സ് ക്ലബ് സെക്രട്ടറി A രാജൻ സ്വാഗതവും TP തമ്പാൻ നന്ദിയും പറഞ്ഞു. കാറ്റിൽ വീട് തകർന്നു. കല്യാൺ റോഡിലെ ശ്യാം ഭവിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. കാലവർഷം കനത്തു. ജില്ലയിൽ വ്യാപക നാശം. നിരവധി വീടുകൾ കാറ്റിൽ തകർന്നു. വിവിധ പ്രദേശങ്ങളിൽ കൃഷിനാശവും നേരിട്ടിട്ടുണ്ട്. മലയോരങ്ങളിൽ റോഡുകൾ തകർന്നതോടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ കല്യാൺ റോഡിൽ വീട് തകർന്നു. ശ്യാംഭവിയുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണു. വ്യാഴാഴ്ച രാത്രി ഉണ്ടായ കാറ്റിലാണ് വീട് തകർന്നത്. ശ്യാംഭവിയുടെ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി ഒരു 7:30 പെട്ടെന്നാണ് കാറ്റിനാണ് വീണത്. പിന്നെ ഇവരെല്ലാവരും ഉണ്ടായി, അമ്മയും മക്കളും. ഒന്നും ആർക്കും പരിക്കില്ലാത്ത ഭാഗ്യം. മരങ്ങളും കടപുഴകി വീഴുകയുണ്ടായി. റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു.
വിദ്യാർത്ഥികളിൽ യോഗ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി ദ്വിദിന ശിബിരം തുടങ്ങി. കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിലാണ് ശിബിരം ആരംഭിച്ചത്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്നതി ലക്ഷ്യമിട്ട് യോഗയെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നതിനായാണ് ശിബിരം സംഘടിപ്പിച്ചത്. യോഗയുടെ പ്രാഥമിക പാഠങ്ങൾ 2 ദിവസങ്ങളിലായി നടക്കുന്ന ശിബിരത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കും. ശിബിരം കാസർഗോഡ് മഠാധിപതി ബ്രഹ്മചാരി പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മചാരിണി സ്വർണ, പ്രിൻസിപ്പൽ സുമംഗല എസ് നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. കോയമ്പത്തൂർ അമൃത വിശ്വപീഠം യോഗാചാര്യ ശിവകുമാർ യോഗ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി. കാർഷിക യന്ത്രങ്ങളും തൊഴിലാളികളും റെഡി. പുല്ലൂർ പെരിയയിൽ കാർഷിക സേവന കേന്ദ്രം തുടങ്ങി. മണ്ണിൽ പൊന്നു വിളയിക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഇനി തൊഴിലാളികളെ തേടി അലയണ്ട. കാർഷിക യന്ത്രങ്ങളും തൊഴിലാളികളും ഇനി നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തും. കാഞ്ഞങ്ങാട് ബ്ലോക്കിന് കീഴിൽ പുല്ലൂർ പെരിയയിൽ തുടങ്ങിയ കാർഷിക സേവന കേന്ദ്രത്തിലാണ് തൊഴിൽ സേനയെയും യന്ത്രങ്ങളും സജ്ജമാക്കിയിട്ടുള്ളത്. നിലമൊരുക്കലും നടിയിലും മെതിക്കലുമെല്ലാം യന്ത്രസഹായത്തോടെ നടപ്പിലാക്കാനായി 32 ലക്ഷം രൂപ ചെലവിട്ടാണ് കാർഷിക സേവന കേന്ദ്രം ആരംഭിച്ചത്. ജില്ലയിൽ ഇത്തരത്തിൽ മഞ്ചേശ്വരത്തും നീലേശ്വരത്തുമാണ് സേവന കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. പെരിയയിലെ കൃഷിഭവനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇവിടെ ട്രാക്ടർ, ട്രില്ലർ, നടീൽ യന്ത്രം, മെതിയന്ത്രം, കൊയ്ത്ത് യന്ത്രം, കുഴിയെടുക്കാനുള്ള യന്ത്രം, റോക്കർ, കാടുവെട്ട് യന്ത്രം തുടങ്ങിയ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വിദഗ്ധ തൊഴിലാളികളെയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആയമ്പാറ പാടശേഖരത്തിൽ നടീൽ യന്ത്രം ഉപയോഗിച്ച് 1ാം വിള കൃഷി ഇറക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ കാർഷിക സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാർ പോലും കാർഷിക മേഖലയുമായി പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ കൃഷിക്കാരെ സഹായിക്കുക, അവർക്കാവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കുക എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പദ്ധതികളോ ഒന്നാണ് കാർഷിക വികസന കേന്ദ്രം. ഈ കാർഷിക വികസന കേന്ദ്രങ്ങളിലൂടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ, അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിൽ ബാങ്കുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഇപ്പോഴും കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഈ തൊഴിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ യഥാസമയത്ത് അവരവരുടെ തൊഴിൽ മേഖലകളിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ വികസന കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർഡംഗം M നളിനി അധ്യക്ഷയായി. കാഞ്ഞങ്ങാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K സജിനിമോൾ പദ്ധതി വിശദീകരിച്ചു. വിനോദ് കുമാർ പള്ളയിൽ വീട്, P മാധവൻ, ഗീതാ നാരായണൻ, കൃഷി ഓഫീസർ C പ്രമോദ് കുമാർ, M കുഞ്ഞമ്പു നായർ, N കേശവൻ എന്നിവർ സംസാരിച്ചു. കാർഷിക സേവന കേന്ദ്രം സെക്രട്ടറി K ജയേന്ദ്രൻ സ്വാഗതവും പ്രസിഡന്റ് A ഗോപിനാഥൻ നായർ നന്ദിയും പറഞ്ഞു. 5 അംഗ കുടുംബത്തിന്റെ തിരോധാനം. ദുരൂഹതകൾ അഴിയുന്നു. ദയന്റെ ഭാര്യ സഹോദരി പീഡനത്തിനിരയായി. ബദിയടുക്കയിൽ നിന്ന് കാണാതായ കുടുംബത്തെക്കുറിച്ച് പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. കുടുംബനാഥനായ ഉദയന്റെ പ്രായപൂർത്തിയാകാത്ത ഭാര്യ സഹോദരി പീഡനത്തിന് ഇരയായതായി വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. ആദ്യമൊക്കെ ഇവരുടെ തിരോധാനത്തെക്കുറിച്ച് പല കഥകളും നാട്ടിൽ പ്രചരിച്ചിരുന്നു. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പീഡന വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഉദയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബദിയടുക്കയിൽ നിന്ന് കാണാതായ കുടുംബം തിരിച്ചെത്തിയെങ്കിലും ഇനിയും ഇവരെ ചുറ്റിപ്പറ്റി നിരവധി ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരെ പ്രക്ഷോഭം ശക്തമാക്കണമെന്ന് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ കൺവെൻഷൻ. തലശ്ശേരിയിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നീലേശ്വരത്ത് സംഘടിപ്പിച്ച കൺവെൻഷനിലാണ് ഈ ആഹ്വാനം. ഇന്ത്യൻ സമ്പദ് മേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിച്ചു വരുന്ന LIC എന്ന പൊതുമേഖലാ ധനകാര്യ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും LIC ഏജന്റുമാരുടെ ഈ പ്രബല സംഘടന ആരോപിക്കുന്നു. നീലേശ്വരം NG കമ്മത്ത് ഹാളിൽ നടന്ന LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ CITU ജില്ലാ കൺവെൻഷൻ ഡിവിഷൻ സെക്രട്ടറി MK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സമയബന്ധിതമായി സംഘടനാ സമ്മേളനങ്ങളെല്ലാം നടത്തി സംഘടനാപരമായിട്ടുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നാടിനിവരെല്ലാം നടത്തി വരാറുള്ളത്. ഈ ഒരു സമ്മേളനം നടക്കുന്ന പശ്ചാത്തലത്തെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗികരും അധ്യക്ഷനെല്ലാം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നാം ഇന്ത്യക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥാപനത്തിൽ പണിയെടുക്കുന്നവരാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയവും നിലപാടുകളും മൂലം LICയെ കാത്തുസൂക്ഷിച്ച ഏജന്റുമാർ ക്ലേശകരമായ വർത്തമാന ചുറ്റുപാടിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു.
പി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി എക്കാൽ വിജയൻ, CITU ജില്ലാ സെക്രട്ടറി കെ നാരായണൻ, നീലേശ്വരം ഏരിയ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ, MJ ലൂക്കോസ്, PV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗവും സംഘാടക സമിതി ചെയർമാനുമായ കെ ഉണ്ണിനായർ സ്വാഗതം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്ഘടനയും ഇൻഷുറൻസ് മേഖലയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഡോക്ടർ VPP മുസ്തഫ വിഷയാവതരണം നടത്തി. നാളിതുവരെയുള്ള ജീവിത സാഹചര്യത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്ന 10 ലക്ഷത്തിലേറെ വരുന്ന LIC ഏജന്റുമാർ സമൂഹത്തിലെ നാനാതരത്തിലുള്ള തൊഴിലാളികളുടെ സഹായത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരെ പ്രക്ഷോഭം ശക്തിപ്പെടുത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കൺവെൻഷൻ വിലയിരുത്തി. ജൂലൈ 20-21 തീയതികളിൽ തലശ്ശേരിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായിരുന്നു ജില്ലാ കൺവെൻഷൻ. മുച്ചിലോട്ട് GLP സ്കൂളിൽ വിദ്യാരംഗം ബാലസഭയുടെ ഉദ്ഘാടനം നടന്നു. കുട്ടികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി. മുച്ചിലോട്ട് GLP സ്കൂളിൽ വിദ്യാരംഗം ബാലസഭ ആരംഭിച്ചു. നിർമ്മൽ കുമാർ കാരടുക്ക ബാലസഭ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K വിശ്വനാഥൻ അധ്യക്ഷനായി. കുട്ടികളുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിനായി LCD പ്രദർശനവും നടന്നു. ഹെഡ് മിസ്റ്റേഴ്സ് P ഉഷ സ്വാഗതവും MK വിജയകുമാർ നന്ദിയും പറഞ്ഞു. അതിന്റെ ശബ്ദമാണ് ശബ്ദം പുറത്തെടുത്തപ്പോൾ പുലി ഓടിപ്പോയി. മക്കളോട് പറയാനുള്ളത് വിദ്യാരംഗത്തിലും ബാലസഭയിലും നിങ്ങൾക്ക് വിദ്യാരംഗ കലാവേദിയുടെ ഭാഗത്തിലും ബാലസഭയിലും നിങ്ങൾക്ക് എന്താണ് തരുന്നത്? നിങ്ങളുടെ കഴിവുകളുടെ പുറത്ത്. അങ്ങനെ ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് യോഗ സെന്റർ ജില്ലാതല പരിശീലന കേന്ദ്രം ചെറുവത്തൂരിൽ പ്രവർത്തനം തുടങ്ങി. ആരോഗ്യമുള്ള യുവതലമുറയെ വാർത്തെടുക്കലും ജീവിതശൈലീ രോഗ നിയന്ത്രണവും ലക്ഷ്യം. തൈക്കാണ്ടോ, കരാട്ടെ, കുംഫു, കളരിപ്പയറ്റ് തുടങ്ങിയവയിലാണ് പരിശീലനം നൽകുക. യുവതലമുറയെ ഏകീകരിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യവും മുന്നോട്ട് വയ്ക്കുന്നു. ജില്ലാതല പരിശീലന കേന്ദ്രം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് M അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. എവിടെയും കായിക ക്ഷമത ആവശ്യമായ രൂപത്തിലുള്ള പരിപാടികൾ കുട്ടികൾ ചെയ്യുന്നില്ല. വിദ്യാലയങ്ങളൊക്കെ അതിരാവിലെ അവരുടെ ട്യൂഷനും മറ്റ് കാര്യങ്ങളൊക്കെയായി വന്ന് തിരിച്ച് വണ്ടിയിൽ വന്ന് വീട്ടിൽ വിശ്രമിക്കുകയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന തലമുറ കായികക്ഷമതാ പരിപാടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സത്യം. തീർച്ചയായും ഇപ്പോഴേ ഇങ്ങനെ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു ഭാവി തലമുറയെ നമ്മുടെ ഈ വലിയൊരു രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ എന്നുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു നല്ല കടമയാണ് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. KP രാജഗോപാലൻ സംസാരിച്ചു. K വേണു സ്വാഗതം പറഞ്ഞു. തുടർന്ന് ജില്ലയിലെ വിവിധ പരിശീലന കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആയോധന കലകളുടെ പ്രദർശനവും നടന്നു. റെയിൽവേ സ്വച്ഛ് ഭാരത് പദ്ധതിയിലെ ശുചീകരണ യജ്ഞം ചെറുവത്തൂരിൽ കണ്ണിൽ പൊടിയിടലായി. സ്റ്റേഷനും പരിസരവും ഇപ്പോഴും കാടുകയറി തന്നെ. ഏറെ കൊട്ടിഘോഷിച്ചാണ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ചെറുവത്തൂരിൽ സംഘടിപ്പിച്ചത്. റെയിൽവേ ADRM ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള കാട് ഉദ്ഘാടനത്തിന് വേണ്ടി പേരിന് വെട്ടിത്തെളിച്ചതല്ലാതെ തുടർ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. ഇത് ജനങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം റെയിൽവേ വൈദ്യുതീകരണത്തിനായി സ്റ്റേഷന് സമീപം വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇറക്കിവെച്ച പ്രദേശവും കാട് കയറി കിടക്കുകയാണ്. സ്റ്റേഷന് വടക്കുവശത്താണ് ട്രാൻസ്ഫോമറുകൾ, ബ്രേക്കറുകൾ, ഇരുമ്പ് തൂണുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ പ്രദേശം പൂർണ്ണമായും കാട് കയറിയ നിലയിലാണ്. ഈ പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. ചെറുവത്തൂരിന്റെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ളവർക്ക് പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരാനുള്ള വഴിയും കാട് കയറി കിടക്കുകയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാറും ചിത്രപ്രദർശനവും മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ലഹരി ഉപയോഗിക്കുവാൻ പാടില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് നമ്മുടെ സർക്കാർ. അപ്പോൾ ഏത് പ്രതിസന്ധി അതിജീവിക്കേണ്ടി വന്നാലും തിരക്കേടില്ല, മദ്യം നമ്മുടെ സംസ്ഥാനത്ത് വിളമ്പാൻ പാടില്ല എന്ന ഒരു ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്.
അപ്പൊ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഏത് സർക്കാരായാലും അതുപോലെയുള്ള തീരുമാനം എടുക്കും. ആ തീരുമാനം പ്രാവർത്തികമാക്കാൻ സാധിക്കണമെങ്കിൽ ആ തീരുമാനം അത്തരത്തിലുള്ള ഒരു തീരുമാനം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്ന ആശിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ സർക്കാരുകൾ വിചാരിച്ചാൽ മാത്രം സാധിക്കുകയില്ല. ജനങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. മുനിസിപ്പൽ ചെയർമാൻ ടി അബ്ദുള്ള അധ്യക്ഷനായി. ലഹരി വിരുദ്ധ സന്ദേശ പ്രതിജ്ഞ കലക്ടർ PS മുഹമ്മദ് സഗീർ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ DVC രാഘവൻ, പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MO വർഗീസ്, E ചന്ദ്രശേഖരൻ നായർ, M ശ്രീധരൻ, D ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ NG രഘുനാഥൻ നായർ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. കാസർഗോഡ് GHSസിലെ സീഡ് പ്രവർത്തകർ വിവിധ കലാപരിപാടികൾ, തെരുവ് നാടകം എന്നിവ അവതരിപ്പിക്കുകയുണ്ടായി. ലഹരി വിരുദ്ധ ദിനം കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് സംഘടിപ്പിച്ചു. കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ലഹരി വിരുദ്ധ ദിന പരിപാടികൾ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നുസ്രത് ജഹാൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ ഉദ്യാവര, മാട വരെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്റ്റുഡൻസ് പോലീസ്, മഞ്ചേശ്വരം പോലീസ് എന്നിവർ സംയുക്തമായി റാലി നടത്തി. ദിനേശ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ ജൂനിയർ SI ശിവലാൽ പതാക ഉയർത്തി. അഡീഷണൽ SI ഭാസ്കരൻ ക്ലാസ് എടുത്തു. ദിനേശ് V, ബാലകൃഷ്ണ ഭട്ട്, അനിത PG, സുരേഷ് MJ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവത്തൂര് ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരാൾക്ക് ഷോക്കേറ്റു. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. തകർന്ന ദേശീയപാത നന്നാക്കാൻ നടപടി വേണമെന്ന് BMS മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് മേഖല സമ്മേളനത്തിന് സമാപനം. സംസ്ഥാനത്തെ ഗ്രന്ഥശാലകളെ ശക്തിപ്പെടുത്താൻ പുതിയ പദ്ധതി നടപ്പിലാക്കും. ജില്ലാ ലൈബ്രറി കൌൺസിൽ യോഗം കാഞ്ഞങ്ങാട് നടന്നു. 5 അംഗ കുടുംബത്തിന്റെ തിരോധാനം, അന്വേഷണം വഴിത്തിരിവിലേക്ക്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ. ഓണസദ്യയ്ക്ക് ജൈവ പച്ചക്കറി കൃഷിക്കായി മടിക്കൈ ഒരുങ്ങുന്നു. കാർഷിക യന്ത്രങ്ങളും തൊഴിലാളികളും തയ്യാർ. പെരിയയിൽ കാർഷിക സേവന കേന്ദ്രം തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.